സദ്ഗുരുഭ്യോ നമഃ. ആദരണീയനായ MT സാറിൻ്റെ സ്മരണയ്ക്ക് മുൻപിൽ സാഷ്ടാംഗ പ്രണാമങ്ങൾ അർപ്പിച്ചുകൊള്ളുന്നു. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ശ്രീ ദിലീപ് IAS സബ് കളക്ടർ അവർകളെ, ബഹുമാനപ്പെട്ട ആലങ്കോട് ലീലാകൃഷ്ണൻ അവർകളെ, ബഹുമാനപ്പെട്ട UM മജീദ് അവർകളെ, ഇവിടെ സന്നിധരായിട്ടുള്ള ഗുരുജനങ്ങളെ, കലാസ്നേഹികളെ, 2 വർഷം മുമ്പ് ഭാഷാപിതാവിൻ്റെ ജന്മസ്ഥലമായ ഈ പുണ്യഭൂമിയിൽ സാക്ഷാൽ MT സാറിൻ്റെ സാന്നിധ്യത്തിൽ മഹാരഥന്മാരായ സംവിധായകരായ ഹരിഹരൻ സർ, ലീലാകൃഷ്ണൻ സർ, അദ്ദേഹത്തെ പോലുള്ള മഹൽ വ്യക്തികളുടെ സാന്നിധ്യത്തിൽ MT സാറിൻ്റെ നവതി ആഘോഷത്തിനാണ് ഞാൻ അവസാനം ഇവിടെ വരുന്നത്. തീർച്ചയായിട്ടും അത്തരം ഒരു സന്ദർഭത്തിൽ MT സാറിൻ്റെ സാന്നിധ്യത്തിൽ എൻ്റെ ഗുരുവായ കലാമണ്ഡലം സരസ്വതി ടീച്ചറുടെ മുന്നിൽ നിന്ന് ഞങ്ങളെ അനുഗ്രഹിച്ച ആ പവിത്രമായ മുഹൂർത്തങ്ങൾ, ജീവിതത്തിൽ അമൂല്യമായി സൂക്ഷിക്കുന്ന ആ നിമിഷങ്ങൾ, അത്തരമൊരു വേദിയിൽ അദ്ദേഹത്തിന് മുമ്പിൽ എനിക്ക് കലാസ്നേഹികളുമായി പങ്കിടാൻ കഴിഞ്ഞു എന്നുള്ളത് തീർച്ചയായിട്ടും ഒരു മുൻജന്മ സുഹൃതമാണ്. സാറിൻ്റെ വേർപാടിന് ശേഷം ആദ്യമായി നടക്കുന്ന തുഞ്ചൻ ഉത്സവമാണിത്. ശ്രീകുമാർ സാറാണ് ആദ്യം എന്നെ ഇതിൻ്റെ കാര്യങ്ങൾ അറിയിച്ചത്. ഉദ്ഘാടന ദിവസം വരണം. MT സാറിൻ്റെ അനുഗ്രഹത്തോടെ അദ്ദേഹം കൈപിടിച്ച് കലാലോകത്ത് അരങ്ങേറ്റം കുറിക്കാൻ സാധിച്ച ഒരു കലാകാരൻ, ഒരു ശിഷ്യൻ, സരസ്വതി സാറിൻ്റെ ശിഷ്യൻ എന്നീ നിലകളിൽ എനിക്ക് ഏറ്റവും സൗഭാഗ്യം തരുന്ന ഒരു മുഹൂർത്തമാണിത്. അദ്ദേഹം തുടങ്ങി വെച്ച ഈ തുഞ്ചൻ ഉത്സവത്തിൻ്റെ ഉദ്ഘാടനത്തിനായി നിങ്ങളോടൊപ്പം ഇവിടെ വരാൻ കഴിയുക എന്നുള്ളത്. ആദ്യമായി ഇതിനെന്നെ ക്ഷണിച്ച തുഞ്ചൻ മെമ്മോറിയൽ ട്രസ്റ്റ് ചെയർമാൻ വൈശാഖൻ മാസ്റ്റർ അവർകളെ, P നന്ദകുമാർ MLA അവർകളെ, സെക്രട്ടറി, എന്നെ നേരിട്ട് ക്ഷണിച്ച ശ്രീകുമാർ അവർകൾക്ക്, എല്ലാ കമ്മിറ്റി അംഗങ്ങളോടുമുള്ള എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ ഈ അവസരത്തിൽ അറിയിക്കട്ടെ. 2000-ലാണ് തുഞ്ചൻ ഉത്സവത്തിൽ ഇതേ വേദിയിൽ നൃത്തം ചെയ്യാൻ എനിക്കൊരു അവസരം ലഭിച്ചു. അന്ന് സാറും ടീച്ചറുടെ നട്ടുവാങ്കത്തിൽ ആണ് ഞാനിവിടെ അന്ന് നൃത്തം ചെയ്തത്. അങ്ങനെ ഒരു സൗഭാഗ്യം കൂടി എനിക്കുണ്ട്. തീർച്ചയായിട്ടും തുഞ്ചൻ ഉത്സവത്തിൻ്റെ ഒരു ഭാഗമാകാൻ സാറിൻ്റെ അനുഗ്രഹത്തോടു കൂടി അതിന് സാധിച്ചു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇത് പറയാൻ മറ്റൊരു കാര്യം, എൻ്റെ ആരംഭ കാലഘട്ടത്തിൽ സിനിമയിൽ ഞാൻ അഭിനയിക്കാൻ തുടങ്ങിയപ്പോൾ MT സാറിൻ്റെ ശക്തമായ കഥാപാത്രങ്ങൾ ചെയ്തുകൊണ്ടായിരുന്നു അരങ്ങേറ്റം. അത് തീർച്ചയായിട്ടും ഒരു വളരെ വിലപ്പെട്ട പഠനാനുഭവമായിരുന്നു ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയിൽ. അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങൾ അഭിനയിക്കുമ്പോൾ അത് ഹരിഹരൻ സാറിനെ പോലത്തെ മഹാരഥന്മാരായ സംവിധായകർ നമ്മളെ ആ കഥാപാത്രങ്ങളെ മാറ്റിയെടുക്കുന്ന ആ ഒരു പവിത്രമായ ഒരു ജേണി, ഒരു യാത്ര, അതൊരു കലാകാരൻ എന്ന നിലയിൽ തീർച്ചയായിട്ടും ഒരുപാട് പ്രഷ്യസായ, വളരെ അമൂല്യമായ നിമിഷങ്ങൾ, പഠനാനുഭവങ്ങൾ നൽകിയ സമയമായിരുന്നു. തീർച്ചയായിട്ടും ഇന്നും ഇപ്പം 40 കൊല്ലം ഞാൻ സിനിമ അഭിനയം തുടങ്ങിയിട്ട് 40 വർഷമായി. ഇന്നും ഒരു കഥാപാത്രം നമ്മൾക്ക് ഒരു സംവിധായകരോ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സോ തരുമ്പോൾ അത് അനലൈസ് ചെയ്യാനും അത് മനസ്സിലാക്കാനുമുള്ള ആ ഒരു ആത്മവിശ്വാസം തീർച്ചയായിട്ടും ഇത്തരം അതുല്യരായ ആചാര്യന്മാരുടെ ശിക്ഷണത്തിൽ പഠിക്കാൻ കഴിഞ്ഞതുകൊണ്ടാണെന്നാണ് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നത്. MT സാറിൻ്റെ 8 ചിത്രങ്ങളിൽ അദ്ദേഹത്തിൻ്റെ വളരെ പവർഫുള്ളായ കഥാപാത്രങ്ങൾ ചെയ്യാനുള്ള ഭാഗ്യം സർവേശ്വരൻ എനിക്ക് തന്നു. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ പടങ്ങളിൽ അഭിനയിച്ച ആർട്ടിസ്റ്റ് എന്നോടൊപ്പം ഇത് ഷെയർ ചെയ്യും. കാരണം ഭാഷയുടെ ഭംഗി,
അതിൻ്റെ കവിത്വം, ആ കഥാപാത്രത്തിൻ്റെ ബോഡി ലാംഗ്വേജ്, മോഡ്യുലേഷൻ എല്ലാം MT സർ അതിലെഴുതി രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. സോ ആർട്ടിസ്റ്റ് അത് എത്രത്തോളം ഉൾക്കൊള്ളണം എന്നുള്ളത് ഒരു ദൈവികമായ ഒരു അനുഭവമാണ്. തീർച്ചയായിട്ടും അത്തരം സൗഭാഗ്യങ്ങൾ കിട്ടിയ ഒരു ആർട്ടിസ്റ്റ് MT സാറിൻ്റെ അനുഗ്രഹത്തോടു കൂടി. സോ അങ്ങനെയാണ് കലോത്സവങ്ങളിലൂടെ ഞാൻ ചെറിയ പ്രായത്തിൽ കലോത്സവങ്ങളിലൂടെയാണ് ഒരുപാട് പങ്കെടുത്തത്. ഞാൻ പറയാൻ കാര്യം, ഇത്തരം അവസരങ്ങൾ നമ്മൾ കുട്ടിക്കാലത്ത് പഠിക്കുന്ന കാലത്ത് നമ്മുടെ പാരമ്പര്യ കലാരൂപങ്ങൾ, നൃത്തമായാലും സംഗീതമായാലും, ആ സ്കൂൾ വിദ്യാഭ്യാസ സമയത്ത് അത് അത്യന്താപേക്ഷിതമായി അതിൽ പരിശീലനം നേടുക എന്നുള്ളത് എനിക്ക് തോന്നുന്നു ഇന്നത്തെ കാലത്തിൻ്റെ ഒരു അത്യാവശ്യമാണ്. കാരണം അത് ഒരു കുട്ടിയിൽ ഉണ്ടാക്കുന്ന ഒരു അച്ചടക്ക ബോധം, താളബോധം, നമ്മുടെ ജീവിത മൂല്യങ്ങൾ, നമ്മുടെ പാരമ്പര്യത്തെ ബഹുമാനിക്കൽ, മൂത്തവരെ ബഹുമാനിക്കൽ, സ്ത്രീ ശാക്തീകരണം, ഇതെല്ലാം ഈ കലാരൂപങ്ങളുടെ കൂടെ നമ്മൾ പഠിക്കുന്നു എന്നുള്ളതാണ്. ഇന്ന് ആക്ച്വലി നമ്മുടെ പൊതുസമൂഹത്തിൽ നടക്കുന്ന ഭയാനകമായ, ദിവസം ന്യൂസ് പേപ്പറും ന്യൂസും കേൾക്കുമ്പോൾ നമുക്ക് ചിന്തിക്കാനാവാത്ത തരം വാർത്തകളാണ്, കുറ്റകൃത്യങ്ങൾ ചെറുപ്പക്കാർ ചെയ്യുന്നതും. സോ മനസ്സിനെ വല്ലാതെ അലട്ടുന്ന ഒരു അവസ്ഥയിലാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അത്തരം സമയങ്ങളിൽ ഇത്തരം കലോത്സവങ്ങൾ, ഈ കലയുടെ ഉത്സവമാണ് നമ്മളെ ഒരുമിച്ചിരുത്തുന്നതും നമുക്ക് സാന്ത്വനം തരുന്നതും മനസ്സിന് ഒരുപാട് സമാധാനം തരുന്നത് ഇത്തരം ഒത്തുചേരലുകളാണ്. സോ ഇത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് എത്ര അത്യന്താപേക്ഷിതമാണ് ഇന്നത്തെ കാലത്ത് നിന്നാണ് ഞാനൊരു കലാകാരൻ എന്ന നിലയിൽ, ഇത് അനുഭവിച്ച് ഇതിലൂടെ വളർന്ന ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയിൽ, അതിൻ്റെ എല്ലാ പവിത്രതയും മനസ്സിലാക്കിയ ഒരാളെന്ന നിലയിൽ ഇത്തരം ഉത്സവങ്ങൾ വേണം. കാരണം ഇന്ന് നമ്മൾ ഈ ഗാഡ്ജറ്റിൻ്റെയും ഓൺലൈൻ പ്രോഗ്രാംസും വളരെയധികം അറ്റൻഷൻ സ്പാൻ ഇസ് വെരി ഷോർട്ട്. ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സ് ഓൾസോ ഈ ഇൻസ്റ്റഗ്രാം ഇങ്ങനെ ബ്രൗസ് ചെയ്ത് പോകാമെന്നല്ലാതെ ഒരു ഇരുന്ന് കാണാനുള്ളൊരു ക്ഷമ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. അവിടെയാണ് ഇത്തരം ഉത്സവങ്ങൾ കാണാൻ സഹൃദയർ നേരിട്ട് വരുന്നു എന്നുള്ളത്. സോ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും എൻ്റെ വലിയൊരു പ്രണാമം. കാരണം നിങ്ങളുടെ ഈ ഒരു ആശീർവാദം, നിങ്ങളുടെ കരഘോഷം, ഇത് വല്ലാത്തൊരു ഊർജമാണ് ഇവിടെ കലാകാരന്മാർക്ക് കിട്ടുന്നത്. അതുപോലെ പ്രോത്സാഹനം എന്നൊന്നുണ്ട്. പ്രോത്സാഹനമില്ലെങ്കിൽ കലാകാരന് നിലനിൽപ്പേ ഇല്ല. ആ പ്രോത്സാഹനം പ്രേക്ഷകരിൽ നിന്ന് നമ്മൾ നേരിട്ട് വാങ്ങുകയാണ്. അത് ഒരുപാട് അനുഭവിച്ച് ആസ് എ ലൈവ് ഡാൻസ് പെർഫോമർ, ഒരു നർത്തകൻ എന്ന നിലയിൽ ഞാൻ നേരിട്ട് ആ ഒരു ആശീർവാദം, കരഘോഷം, അത് സ്പെഷ്യലി നമ്മുടെ നാട് കേരളം സഹൃദയരുടെ ഒരു സെലിബ്രേഷനാണ്. കാരണം എവിടെ ഉത്സവങ്ങളുടെ ഒന്നായി, ഇപ്പോൾ യുവജനോത്സവങ്ങൾ തന്നെ എടുത്താലും എന്തൊരു ജനപങ്കാളിത്തമാണ്. അത് തന്നെ ആ സഹൃദയരുടെ ഒരു മനസ്സാണ് കാണിക്കുന്നത്. അത് തീർച്ചയായിട്ടും ഇത്തരം വേദികളിലൂടെ മാത്രമേ നമുക്ക് ഒത്തുചേർന്ന് പരസ്പരം സ്നേഹവും സമാധാനവും, അത് ഇന്ന് എനിക്ക് തോന്നുന്നു അത്യന്താപേക്ഷിതമാണ്. അതുകൊണ്ട് മാതാപിതാക്കൾ, കുട്ടികളുടെ മാതാപിതാക്കൾ തീർച്ചയായിട്ടും ഇത് ഞാൻ എൻ്റെ സ്കൂളിലും എൻ്റെ ഡാൻസ് സ്കൂളിലും ഞാൻ ഏത് ഫംഗ്ഷന് പോയാലും ഞാൻ അഭ്യർത്ഥിക്കുന്നതാണ്. ചെറിയ പ്രായത്തിൽ തന്നെ അവരെ ഇത്തരം കലാ പരിശീലനങ്ങളിൽ, അത് നൃത്തമായാലും സംഗീതമായാലും വാദ്യോപകരണമായാലും എന്തായാലും, അതിൽ ആ ചിട്ടയോടുകൂടിയുള്ള ആ ഒരു ട്രെയിനിങ് പ്രോസസ്സ്, അത് ആ കുട്ടിയിൽ എത്രത്തോളം പക്വത വരുത്തും, പരസ്പര ബഹുമാനം, സ്നേഹം എല്ലാം കൊണ്ടുവരും. വെറും കലാരൂപം മാത്രമല്ല, ഇപ്പം നൃത്തമായാലും വളരെ ശാസ്ത്രീയമായ നാട്യശാസ്ത്ര ബേസ്ഡ് ടെക്നിക്സാണ് ശാസ്ത്രീയ നൃത്തത്തിലൂടെ അഭ്യസിക്കുന്നത്. സോ അതിലൂടെ നമ്മുടെ പുരാണങ്ങൾ, നമ്മുടെ കൾച്ചറൽ വാല്യൂ, അതുപോലെ നമ്മുടെ ഡീപ്പ് റൂട്ടഡ് ഹെറിറ്റേജിനോടുള്ള ആ ഒരു ഭക്തി ഇതിലൂടെ വരും. അത് ചെറുപ്പക്കാർക്ക് തീർച്ചയായിട്ടും ഇന്ന് അത്യന്താപേക്ഷിതമാണ്. അത് സ്കൂൾസിൽ അത് കഴിയുന്നത്രയും പ്രചരിപ്പിക്കണം. അതുപോലെ സ്ത്രീ ശാക്തീകരണം, മാതൃവന്ദനം, ഇതൊക്കെ നമ്മൾ വീട്ടിൽ പ്രാക്ടീസ് ചെയ്യണം. അച്ഛനെയും അമ്മേനെയും തൊട്ട് വന്ദിച്ചാൽ മാത്രമേ നമുക്കതിൻ്റെ ഒരു പവിത്രത മനസ്സിലാവും. നമ്മുടെ കൾച്ചർ അതാണ്. സോ അത് ഇന്നത്തെ കാലത്ത് ഇത്തരം അനിഷ്ട സംഭവങ്ങൾ ഒക്കെ നടക്കുന്ന സമയത്ത് കഴിയുന്നത്രയും നമ്മളുടെ സഹോദരങ്ങളിൽ ഇത് പറഞ്ഞ് മനസ്സിലാക്കി
അതിനെ പരിപോഷിപ്പിക്കാൻ വേണ്ടുന്ന എല്ലാം ചെയ്യണം. ഇത്തരം സംഘടനകൾ ഇപ്പം എൻ്റെ ചെറിയ പ്രായത്തിൽ എൻ്റെ പേരൻസ്, അച്ഛനും അമ്മയും കലാസ്വാദകരായിരുന്നു. അവർ പ്രൊഫഷണൽസ് ആയിരുന്നു. അച്ഛൻ ലോയറായിരുന്നു, അമ്മ ഡോക്ടർ. പക്ഷേ എങ്കിലും ആ ചെറിയ പ്രായത്തിൽ എന്നെ നിർബന്ധമായും, ഞാൻ തലശ്ശേരിയിലാണ് ഹൈസ്കൂൾ ചെയ്തത്, അപ്പം ഒരുപാട് കലാസാംസ്കാരിക സംഘടനകൾ ഉണ്ടായിരുന്നു അന്ന്. ശാരദാ കൃഷ്ണാര സൊസൈറ്റി, ശ്യാമ, സ്റ്റഡി സർക്കിൾ, അതുപോലെ ബാലജന സഖ്യം, ഇതിൻ്റെ എല്ലാ പ്രോഗ്രാമുകളിലും എന്നെക്കൊണ്ട് അച്ഛൻ പങ്കെടുപ്പിക്കുമായിരുന്നു. നീ അതിൽ മത്സരമാണെങ്കിൽ മത്സരിക്കുക, വിജയിച്ചോ ഇല്ലോ എന്നുള്ളതല്ല അവിടെ ആ പങ്കെടുക്കുന്നതിലൂടെ അതൊരു ചവിട്ടുപടിയാണ്, അതൊരു പഠനാനുഭവം. അത് നമ്മുടെ കുട്ടികൾ മനസ്സിലാക്കണം. ഇപ്പോൾ യുവജനോത്സവത്തിലായാലും സമ്മാനം കിട്ടിയില്ലെങ്കിൽ അടുത്ത പ്രാവശ്യം ഇനിയും നന്നായിട്ട് ചെയ്യാൻ പ്രയത്നിക്കണം എന്നുള്ള ഒരു മെസ്സേജാണ് നമ്മൾ കുട്ടികൾക്ക് കൊടുക്കേണ്ടത്. അല്ലാതെ അവിടെ അച്ഛനമ്മമാരും ടീച്ചേഴ്സും കൂടെ അടികൂടി, തീർച്ചയായിട്ടും ആ സിസ്റ്റം ഷുഡ് ബി ക്ലീൻ. ആ സിസ്റ്റം ഹാസ് ടു ബി ക്ലെൻസ്ഡ്. അതാണ് ഇതിൻ്റെ അടിസ്ഥാന പ്രശ്നം എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ബിക്കോസ് ഞങ്ങളൊക്കെ യൂത്ത് ഫെസ്റ്റിവൽ പങ്കെടുക്കുന്ന ഫസ്റ്റ് കിട്ടിയ സമയമുണ്ട്, അല്ലാത്ത സമയമുണ്ട്. അപ്പോൾ എൻ്റെ അച്ഛനമ്മമാർ എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്, അത് കിട്ടിയില്ലെങ്കിൽ അടുത്ത പ്രാവശ്യം അതിലും അധികം വർക്ക് ചെയ്യണം, പ്രാക്ടീസ് ചെയ്തിട്ട് അത് നേടാൻ. അതുപോലെ നമ്മൾക്ക് മറ്റുള്ള കലാകാരന്മാരുമായിട്ട് നമ്മൾക്ക് താരതമ്യം ചെയ്യാൻ പറ്റും, എത്രത്തോളം ഇമ്പ്രൂവ് ചെയ്യണം, അവർ ഇൻസ്പിറേഷനായി മാറും. സോ ഇങ്ങനെ ഒരുപാട് ഒരുപാട് ഗുണങ്ങളുണ്ട് ഇത്തരം കലോത്സവങ്ങളിലൂടെ നമുക്ക് നേടാൻ സാധിക്കുന്നത്. അതുപോലെ ഓർഗനൈസിങ് സ്കിൽസ്, ഒരു വ്യക്തിത്വം, ആ ഒരു ഇൻഡിവിജ്വൽ കപ്പാസിറ്റി ടു കമ്മ്യൂണിക്കേറ്റ് ആൻഡ് റെസ്പെക്റ്റ് മ്യൂച്വലി, അതൊരു അത്ഭുതമായിട്ട് ഇത്തരം സംഗമങ്ങളിലൂടെ വരുന്നതാണ്. തുഞ്ചൻ കലോത്സവം എന്നുള്ളതിൻ്റെ ഒരു വലിയ പ്രത്യേകത, ഈ പവിത്ര ഭൂമിയിൽ അത് അരങ്ങേറുന്നു എന്ന് പറയുന്നത് നമ്മൾ സഹൃദയർക്കായാലും ഇവിടെ ചെയ്യുന്ന കലാകാരന്മാർക്കും അതൊരു ഭയങ്കര ഒരു ശക്തിയാണ്. നമ്മൾക്ക് കൂടുതൽ പഠിക്കാനും നേടാനും ഭാവിയിൽ അത് ഇൻവോളണ്ടറി ആയിട്ട് ദാറ്റ് ഇറ്റ്സ് എ സയൻസ്, ഇറ്റ് വർക്ക്സ്. ആൻഡ് അത് ഈ ബോണ്ടിങ്, ഈ ആത്മബന്ധം, സഹൃദയരുമായിട്ടുള്ള ആത്മബന്ധം, അത് അനുഭവിച്ചറിയുന്ന കലാകാരന്മാർക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവും, അതൊരു വല്ലാത്തൊരു അനുഭവമാണ്. അതുകൊണ്ട് ഇത്തരം ലൈവ് പ്രോഗ്രാംസ് നേരിട്ട് പോയി കണ്ട് ആസ്വദിച്ച് മനസ്സിന് സാന്ത്വനം നൽകണം. അതിനുവേണ്ടി ഇതെല്ലാം യൂസ് ചെയ്യണം. ഇന്നിപ്പോൾ ഇവിടെ വളരെ ടാലൻറ്റഡായ കുറേ ആർട്ടിസ്റ്റ് ഇന്ന് പെർഫോം ചെയ്യുന്നുണ്ട്. നൃത്തശില്പവും ശ്രീമതി ഗായത്രി മധുസൂദനൻ അവതരിപ്പിക്കുന്ന ഒരു നൃത്തശില്പം, അതുപോലെ സിൽവർ ഹിൽസ് സ്കൂളിലെ നൃത്താവിഷ്കാരം, കുട്ടികളുടെ വളരെ ടാലൻറ്റഡായ കുട്ടികളാണ്. എൻ്റെ സുഹൃത്തായ വിനീത്, സരസ്വ ടീച്ചറുടെ തന്നെ സ്റ്റുഡൻ്റാണ്. വിനീത്തിൻ്റെ ഒരു കൊറിയോഗ്രാഫിയിലാണ് അവർ എം ടി സാറിൻ്റെ സൃഷ്ടികളെടുത്ത് മനോഹരമായിട്ട്, അത് ഞാൻ യൂത്ത് ഫെസ്റ്റിവലിൻ്റെ ഇതിൽ വീഡിയോയിൽ കണ്ടിട്ടുണ്ട്. സോ അതിന്നുണ്ട്. സോ ഇത്തരം വളരെ എൻറിച്ചിങ് ആയ പെർഫോമൻസസ് ആണ് ഇനി ഈ 4-5 ദിവസം ഇവിടെ നേടാം. അത് വന്ന് കണ്ട് ആസ്വദിച്ച് അവരെ അനുഗ്രഹിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി ഈ ഒരു പവിത്ര ഭൂമിയിൽ വീണ്ടും വന്ന് എം ടി സാറിൻ്റെ ആശീർവാദം നേടാൻ എനിക്കൊരവസരം തന്ന, എന്നെ ക്ഷണിച്ച തുഞ്ചൻ മെമ്മോറിയൽ ട്രസ്റ്റിൻ്റെ ആദരണീയരായ അംഗങ്ങൾക്കും പ്രത്യേകിച്ച് ശ്രീകുമാർ സാറിന് എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി. ഇന്നിവിടെ പങ്കെടുക്കുന്ന എല്ലാ കലാകാരന്മാർക്കും അനുമോദനങ്ങളോടൊപ്പം എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകളും, സഹൃദയരും കലാസ്നേഹികൾക്ക് എൻ്റെ ഒരു വലിയ പ്രണാമം. നന്ദി, നമസ്കാരം. എം ടി സാറിൻ്റെ അനുഗ്രഹത്തോടും ആശീർവാദത്തോടും കൂടി ലീലാകൃഷ്ണൻ സാർ പറഞ്ഞ പോലെ അദ്ദേഹത്തിൻ്റെ അനുഗ്രഹമാണ് ഇവിടെ നമ്മുടെ കൂടെയുള്ളത്. ആ അനുഗ്രഹത്തോടു കൂടി വിനയപൂർവ്വം ഇത് ഉദ്ഘാടനം ചെയ്തതായും ഞാൻ അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. സമാദരണീയനായ ഈ യോഗത്തിലെ അധ്യക്ഷൻ ദിലീപ് കെ കൈനിക്കര IAS, ഈ കലോത്സവം ഉദ്ഘാടനം ചെയ്ത ബഹുമാന്യനായ ചലച്ചിത്രതാരം ശ്രീ വിനീത്, ഈ പരിപാടിയിൽ സ്വാഗതം പറഞ്ഞ ശ്രീ ആലങ്കോട് ലീലാകൃഷ്ണൻ, വേദിയിലിരിക്കുന്ന ബഹുമാന്യരെ, പ്രിയ നാട്ടുകാർ, ബഹുമാന്യനായ MT ഇല്ലാത്ത ഒരു കലോത്സവമാണ് എല്ലാവരും ഇവിടെ വിവരിച്ചു. പ്രണാമം MTയെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ 2 വാക്ക് മാത്രം പറഞ്ഞ് ഞാൻ എൻ്റെ കർത്തവ്യത്തിൽ ഇത് കടക്കാം. MT ഈ തുഞ്ചൻപറമ്പിൽ കാലെടുത്ത് വെച്ചന്ന് മുതൽ ഞാൻ MTയെ കാണുന്നുണ്ട്. 92 ഡിസംബറിലാണ് MT ആദ്യമായിട്ട് ഇങ്ങോട്ട് കയറി വന്നത്. ഞങ്ങൾ ഇന്ന് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യില്ല, അദ്ദേഹത്തെ
ഇങ്ങോട്ട് ആനയിച്ചത്. പക്ഷേ അദ്ദേഹം വളരെ സുഭിതനായിട്ട് വളരെ ദേഷ്യത്തോടു കൂടി വന്ന് തിരിച്ചുപോയി. എന്നെ ഇവിടുത്തെ കലോത്സവത്തിൻ്റെ രീതി മറ്റും കണ്ടിട്ട്. അതിനുശേഷം MT എന്നെല്ലാം ഇവിടെ വന്നിട്ടുണ്ട്. 90% ദിവസങ്ങളിലും ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു. ശ്രീ ലീലാകൃഷ്ണൻ പറഞ്ഞ പോലെ എനിക്ക് ചെറിയൊരു അസുഖമുണ്ട് 4 വർഷമായിട്ട്. അതിനുശേഷം MT എന്നെല്ലാം ഇവിടെ വന്നിട്ടുണ്ടോ അന്നെല്ലാം MT അസുഖത്തെക്കുറിച്ച് ചോദിക്കുകയും ഡോക്ടറെ കാണാൻ പോകാറെന്ന് ചോദിക്കുകയും എന്ന് വളരെ വലിയൊരു മനുഷ്യൻ എന്നെപ്പോലെ ചെറിയൊരാളുടെ അസുഖവീരൊക്കെ ചോദിച്ച് ഞങ്ങൾ വളരെ സ്നേഹത്തോടെ, ഭയത്തോടു കൂടിയാണ് ഞങ്ങൾ അദ്ദേഹത്തെ കാണാൻ പോകാറ്. പക്ഷെ വളരെയധികം സ്നേഹത്തോടു കൂടി ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടത് ഞങ്ങളൊരു അത്താണി, അല്ലെങ്കിൽ ഞങ്ങളൊരു രക്ഷിതാവ്, ഇല്ലെങ്കിൽ അതിലുപരി എന്തെല്ലാമാണ് നഷ്ടപ്പെട്ടത്. MT ഇല്ലാത്ത ഒരു തുഞ്ചൻ പറമ്പിനെ കുറിച്ച് ഞങ്ങൾക്ക് ചിന്തിക്കാൻ വയ്യ. ലീലാകൃഷ്ണൻ പറഞ്ഞ പോലെ MTയുടെ നിഴൽ എന്നും എപ്പോഴും ഇവിടെ ഉണ്ടാവുമെന്ന് മാത്രം ഞാൻ പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുന്നു. ഈ പരിപാടിയിൽ അധ്യക്ഷം വഹിച്ചത് ശ്രീ ദിലീപ് കെ കൈനിക്കലാണ്, തിരൂരിൻ്റെ സ്വന്തം സബ് കളക്ടർ എന്നാണ് ഞങ്ങളൊക്കെ അദ്ദേഹത്തെക്കുറിച്ച് പറയാറ്. തിരൂരിൻ്റെ എല്ലാ കാര്യങ്ങളിലും ഓടി നടക്കുന്ന ശ്രീ ദിലീപ് കെ കൈനിക്കരയെ തുഞ്ചൻ പറമ്പിനും വേണ്ടിയും നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടിയും എൻ്റെ സ്വന്തം പേരിലും ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. അതുപോലെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത ശ്രീ വിനീതിനും MT തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് സ്വാഗത പ്രാസംഗികൻ വളരെ സുവ്യക്തമായി പറഞ്ഞു. അദ്ദേഹം ഇവിടെ 2-3 തവണ വന്നിട്ടുണ്ട്. അത് ഞങ്ങളുടെ വളരെയധികം സഹകരിച്ചു പോയിട്ടുണ്ട്. അദ്ദേഹത്തെ ഞാൻ ഈ കലോത്സവത്തിന് വേണ്ടി ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. അതേപോലെ ഈ പരിപാടിയിൽ സ്വാഗതം പറഞ്ഞത് ശ്രീ ആലങ്കോട് ലീലാകൃഷ്ണനാണ്. അദ്ദേഹം ട്രസ്റ്റ് മെമ്പറാണ്. അദ്ദേഹത്തിന് നന്ദി പറയേണ്ട ആവശ്യമില്ല. എങ്കിൽ കൂടി ഈ ചടങ്ങിൻ്റെ ഔചിത്യത്തിന് വേണ്ടി ഞാൻ അദ്ദേഹത്തിനെയും നന്ദി പറയുന്നു. അതേപോലെ ഇവിടെ കൂടിയ എല്ലാ ജനങ്ങൾക്കും, എല്ലാ സാഹിത്യകാരന്മാർക്കും, അതേപോലെ തന്നെ ട്രസ്റ്റിൻ്റെ ബഹുമാന്യനായ പ്രസിഡന്റ് ശ്രീ വൈശാഖ മാഷുക്കും, അതേപോലെ തന്നെ പത്രമാധ്യമങ്ങൾക്കും എല്ലാവർക്കും എൻ്റെ സ്വന്തം പേരിലും തുഞ്ചൻ പറമ്പിൻ്റെ പേരിലും നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു.